ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട്. പക്ഷെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം. ആളിതാണ്. ആളുടെ പേര് ശരിക്കും പറയാച്ച അരുൺ ബഷീർ എന്നാണ്. എന്താ ഇങ്ങനത്തെ ഒരു പേര് എന്നായിരിക്കില്ലേ? ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നും അല്ല കേട്ടോ. യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ്. ആളുടെ പേര് സലീം എന്നാണ്. ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് ഒരാഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്ന സലീം ഇപ്പോൾ വൈറൽ ആയിട്ടുള്ളൊരു കാലമാണ്. ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചിട്ട് വളരെ ഫേമസ് ആയ ഒരു പെൺകുട്ടിയാണ് ജസ്ന സലീം. ഒരു കാലത്ത് ഭയങ്കര വൈറൽ ആയിരുന്നു പുള്ളിക്കാരി. വൈറൽ ആയതിൻ്റെ ഒരു കാരണം വന്നിട്ട് അന്യ മതത്തിൽപ്പെട്ട ഒരാൾ ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കുമ്പോഴേക്കും അതിൻ്റെ റീച്ച് തന്നെ വേറെ ലെവലിൽ ആയിരിക്കും. അങ്ങനെ പുള്ളിക്കാരി വന്നിട്ട് മോദിജിയെ കാണാൻ പോയി, സുരേഷ് ഗോപിയെ കാണാൻ പോയി. ആ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഒക്കെ കൂടെ അത് വേറെ പല വിവാദങ്ങളിലും അകപ്പെടുവാനും വിവാദങ്ങളൊക്കെ പൊങ്ങി വരുവാനും തുടങ്ങി. സ്വാഭാവികമായിട്ടും അന്യമതത്തിൽപ്പെട്ട ഒരാൾ ശ്രീകൃഷ്ണൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോഴേക്കും ഏതു തരത്തിലുള്ള വിവാദങ്ങളൊക്കെ പൊങ്ങി വരുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കുറച്ചു കാലം പുള്ളിക്കാരി അങ്ങനെ തന്നെ കത്തി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഒരു വിവരവുമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു നാൾ എന്നെ ഒരാൾ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഡോക്ടർ എന്ന വ്യാജേന ഒരാൾ വീട്ടിൽ കയറിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒരു 1-2 ദിവസം അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ചൂട് പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരിയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി പിടിച്ചങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇതാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറച്ച് ദിവസം യാതൊരു വിവരവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിന്നു. എല്ലാവരും വിചാരിച്ചു അയ്യോ ഈ പെൺകുട്ടി കടുങ്കൈയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഒന്ന് പേടിച്ചു. പക്ഷേ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. പോയതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെയും സോഷ്യൽ മീഡിയയിൽ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു 2 മക്കളുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, അവരുടെ കാര്യമൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. അതുപോലെ ഒരു വിമർശനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഏറ്റവും രസം പുള്ളിക്കാരിയുടെ സഖികൾ തന്നെയാണ് ഇതിന് മുന്നിൽ നിന്നിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ജസ്ന ഏറ്റവും പ്രത്യക്ഷപ്പെടുന്നത് കസിൻ ബ്രദറിൻ്റെ കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങളൊക്കെ ഉയരുവാൻ തുടങ്ങി. ആരാണ് ഇത്, ഭർത്താവാണോ, കൂടെ ഉള്ളത് ആരാണ് എന്ന്. സ്വന്തം കസിൻ ബ്രദറിനെ പരിചയപ്പെടുത്തി ജസ്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾക്ക് കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട്. പക്ഷെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം. ആളിതാണ്. ആളുടെ പേര് ശരിക്കും പറയാച്ച അരുൺ ബഷീർ എന്നാണ്. എന്താ ഇങ്ങനത്തെ ഒരു പേര് എന്നായിരിക്കില്ലേ? ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നും അല്ല കേട്ടോ. യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ്. ആളുടെ പേര് സലീം എന്നാണ്. ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് ഒരാഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ്. ഈ കസിൻ ബ്രദർ വിശ്വസിക്കുന്നത് ഹിന്ദു മതത്തിലാണ്. കാരണം ഈ കസിൻ ബ്രദറിന്റെ അമ്മ ഹിന്ദുവും പിതാവ് മുസ്ലിമുമാണ്. അപ്പോൾ ജസ്ന എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഉപ്പയുടെ കുടുംബത്തിൽപ്പെട്ട പേരുമാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നു. അത് അടുത്ത പ്രശ്നത്തിലേക്കുള്ള തിരികൊളുത്തലായിരുന്നു. അതായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു ഭർത്താവിനെ സമ്മതിക്കണം, ഭർത്താവിന് ഓസ്കാർ അവാർഡ് കൊടുക്കണം, താത്ത ഒരുമിച്ചാണോ താമസം അല്ലേ, ഈ കസിൻ ബ്രദർ ഏത് വകയിലാണ് എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ആ കമൻറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കുറച്ച് ദിവസങ്ങൾക്കകം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനിടയായി. ആ കമൻ്റ് ഇട്ട ആളെ അവിടെ വെച്ച് കണ്ടു. പിന്നെ അമ്പലമോ എന്നോ ഒന്നും നോക്കാതെ വലിയ ബഹളമായിട്ടിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഈ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. പെണ്ണാണോ നിങ്ങളല്ലത് സംസാരിക്കാം. ഞാൻ ഫോണെടുത്തിക്കോ.
इंस्टामार्ट कर रही हूँ. Want anything? ഗുരുവായൂർ പോലെ ഒരു വലിയ പുണ്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചോ ഇല്ല ഏതൊരു ആരാധനാലയത്തിൻ്റെ മുമ്പിൽ വെച്ചോ ഇങ്ങനത്തെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കുവാനായിട്ട് പറ്റില്ല. സാധാരണ ഇത് ഭക്തജനങ്ങളുടെയൊക്കെ ഭക്തജനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ ആരാധന ഇപ്പോൾ പള്ളിയായാലും ശരി അമ്പലമൊക്കെ ആയാലും അതിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അവർ പുറത്ത് വരുന്നത് വരെ ഒന്ന് കാത്തിരുന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെടാമായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ധാരാളം പേര് വരുന്ന സ്ഥലമാണ്. പകരം ഇതൊന്ന് ക്ഷമിച്ചിരുന്നാൽ പുറത്തിറങ്ങിയിട്ട് കൂടി ചോദിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം കുറച്ചുകൂടി നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിതേ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫോട്ടോ സമർപ്പിക്കാൻ ഗുരുവായൂർ വന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണന് ഭയങ്കര പവറാണിത്. ആ ഒരു പവറ് എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റി. എന്താണെന്നറിയോ, ഞാൻ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ താഴെ ഒരു ലേഡി വന്ന് ഒരു കമൻറ്റ് ഇട്ടു. കമൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ലേഡിയുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലേഡീനെ കണ്ണൻ്റെ തിരുനടയിൽ വെച്ചിട്ടുണ്ട് കണ്ണൻ എനിക്ക് കാണിച്ചു തന്നു. അതെന്നെ കസിൻ ബ്രദർ കണ്ടു. അവൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെ ആങ്ങള നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് കരുതരുത് സഹോദരി എന്ന് പറയാനുള്ള ഒരു അവസരം കണ്ണൻ നമുക്ക് ഉണ്ടാക്കി തന്നു. ഈ കണ്ണൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പവർ തന്നെയാണല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപമാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എൻ്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും 2 മക്കളുമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊരാൾ സഹായത്തിനില്ല. പിന്നെ എൻ്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എന്ത് കലാപമാണ് ഇവിടെ തീർത്തത്? അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരി. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ്? അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവരൊക്കെ റീലിടുന്നുണ്ട്, ഞാനും റീലിടുന്നുണ്ട്. പക്ഷെ ജസ്നയുടേത് മാത്രം കുറ്റായി വന്നു. എന്ത്? ഞാൻ കണ്ണന വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത്. അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത്? അതിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ ഉപജീവന മാർഗം, എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോൾ കണ്ണനാണ് എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ല, ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു. എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന്. ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടിട്ട് നടക്കേണ്ട ആവശ്യം എനിക്ക്. കാണിച്ച വീഡിയോ ഒക്കെ കാണുമ്പോഴേക്ക് പലരും ചിന്തിക്കും, പാവം കുട്ടി, എന്തിനാ എല്ലാവരും ഈ കുട്ടിയുടെ പിറകെ ഇങ്ങനെ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഇതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ജസ്നയെ ആര് വിമർശിച്ചാലും പഴിചാരിയാലും ഇതൊക്കെ ജസ്ന കണ്ടുപിടിക്കുന്ന കാരണം വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചിട്ടാണ് എന്നൊക്കെയാണ്. കണ്ണൻ്റെ ചിത്രമൊക്കെ വരയ്ക്കാം, വിൽക്കാം, വിശ്വാസികൾക്ക് അമ്പലത്തിലൊക്കെ പോകാം, വിശ്വാസമുണ്ടെങ്കിൽ ആരാധിക്കാം. പക്ഷേ ക്ഷേത്രനടയിൽ ബഹളം വയ്ക്കാനും മറ്റൊരാളെ കൊണ്ടുവന്ന് മോശം വർത്തമാനമൊക്കെ പറയിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഇതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധാരണ ആരാധനാലയങ്ങൾക്ക് മുമ്പിലൊക്കെ വന്ന് ഒരു പ്രശ്നമോ ബഹളമോ ഒക്കെ ഉണ്ടാക്കുവാനായിട്ടും അങ്ങനെ ആരും ധൈര്യം കാണിക്കാറുമില്ല. അപ്പോൾ പുള്ളിക്കാരി പടമൊക്കെ വരച്ചിട്ട് കുറേയൊക്കെ വിറ്റു, അതിൽ നിന്ന് ഒരുപാട് വിറ്റു പോയി, വൈറലായി, പിന്നെ അതൊരു ബിസിനസ്സായിട്ട് മാറി എന്നൊക്കെ പല ആരോപണങ്ങളും പുള്ളിക്കാരിക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വാർത്തകളും ഇങ്ങനെ ചൂടുപിടിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പുള്ളിക്കാരിക്ക് വിശ്വസിക്കുന്ന മതത്തിലോട്ട് തന്നെ അങ്ങ് മാറിക്കൂടാ എന്ന് ചോദിക്കുന്നവർ ഉൾപ്പെടെയുള്ള പലരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുതന്നെ ആയാലും ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടത് ഒന്നേ ഉള്ളൂ. ഒരിക്കലും ഒരു ആരാധനാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് ഭക്തജനങ്ങളൊക്കെ ഒരുപാട് പേര് വരുമ്പോഴൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നതും അതൊരു തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. ഇതിൽ മനസ്സിനൊരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾക്കോ ഒരു കല്യാണത്തിനോ പല ചടങ്ങുകൾക്കോ ഒക്കെ വരുന്ന ആൾക്കാർ ധാരാളം പേര് വരുന്ന ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കാതെ ഒഴിവാക്കുന്നതായിരിക്കും ഒരു ഉചിതമായിട്ടുള്ള ഒരു പ്രവൃത്തി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വന്നിട്ട് ഇതുപോലത്തെ
ഒരു വളരെയധികം വൈറലായിട്ട് അടുത്തിടെ കണ്ട ഒരു കാര്യമായിരുന്നു. തുടർന്ന് ഇതുപോലുള്ള പ്രധാനപ്പെട്ട വീഡിയോസുമായിട്ട് അടുത്ത ഉടനെ തന്നെ കാണാം.